ഈ കുടുംബവിളക്ക് സീരിയല് ജനങ്ങൾ ഏറ്റെടുത്തു കഥാപാത്രമായി സ്വീകാര്യത കിട്ടി വരുന്ന സമയത്ത് പിന്നീട് സംഭവിച്ചത് എന്തുവാ? ഒരു കുഞ്ഞൊക്കെ ആയതിനു ശേഷം പിന്നെ അഭിനയിക്കണമെന്നൊരാഗ്രഹം കാണും അല്ലേ? തീർച്ചയായിട്ടും. തിരിച്ചു വരുന്ന സമയത്ത് ആൾക്കാർ ഏറ്റെടുത്തിരുന്നു ശരിക്കും? തിരിച്ചു വരുന്ന സമയത്ത് അതെ, ഞാനിപ്പോൾ മാനത്തെ കൊട്ടാരം എന്ന് പറയുന്ന സി കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു നെഗറ്റീവ് ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം തിരിച്ചു വന്നപ്പോഴത്തേക്കും അതേപോലെ തന്നെ ആൾക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം അതിലൊരുപാട് സന്തോഷം. റിയൽ ലൈഫിൽ ഒരു പൊട്ടിയായിരുന്നു പാർവതി? അല്ല, പൊട്ടത്തരങ്ങളൊക്കെ ഒരു പ്രായത്തിൽ സംഭവിച്ചല്ലേ? അതെ, ഒരു പ്രായത്തിൽ എന്നൊക്കെ നമുക്ക് സംഭവിച്ചു. നമ്മളത് ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് ലൈഫ് എന്താന്നുള്ളത് നമുക്ക് മനസ്സിലായി. നമ്മുടെയൊക്കെ മനുഷ്യരുടെ ജീവിതം എന്ന് പറയുമ്പം ഒരു സമയത്ത് സന്തോഷം, ഒരു സമയത്ത് ദുഃഖം, ഇങ്ങനെ ഒരു കുന്നാണെങ്കിൽ കയറ്റം ഇറക്കം ഉള്ളത് പോലാണല്ലോ ജീവിതങ്ങൾ പോകുന്നത്. ശരിക്കും ഇന്നും ഓർമ്മയിലുള്ള ഏറ്റവും വലിയ സങ്കടം എന്തായിരിക്കും? എന്താ പറയുക, സങ്കടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ എല്ലാം മനസ്സിലായി. ഞാൻ ആ ഇറങ്ങിപ്പോയ ആ ഒരു ടൈം, അത് ഞാൻ എൻ്റെ വീട്ടുകാരോട് ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റായിരുന്നു. അതാണ് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് ഇപ്പോഴും. അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് എനിക്കിപ്പോൾ അത് തോന്നുന്നുണ്ട്. എന്നാലും അത്രയും നാൾ സ്നേഹിച്ച വ്യക്തി പോയപ്പോൾ വിഷമമില്ല? വിഷമം ഇല്ലാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഉറപ്പായിട്ടും എൻ്റെ ഹസ്ബൻഡ് ആയിരുന്നല്ലോ. അപ്പോൾ പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ്. അപ്പം വിഷമം ഇല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ല, വിഷമമുണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയല്ല ഞാൻ മാറ്റി വെച്ച് ഞാൻ എൻ്റെ ലൈഫ് മുന്നോട്ട് ഞാൻ പോകാൻ. നമ്മളെല്ലാം കൂടെ ഉണ്ട് കേട്ടോ. എൻ്റെ പേഴ്സണൽ ഒരു ഡൗട്ട് ഞാൻ ചോദിക്കും കേട്ടോ. ഇപ്പം ഞാനിപ്പം പാർവതിയെ സ്നേഹിക്കുന്നു, നമ്മൾ രണ്ടുപേരും തീരുമാനം എടുക്കുന്നു ഒളിച്ചോടാൻ. ഓക്കെ, നമ്മൾ ഒളിച്ചോടുന്നു. അപ്പം ഈ ഓടുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പോകുന്ന സമയത്ത് ആ ഒരു മൈൻഡ് എന്തായിരിക്കും? അപ്പം നമ്മൾ വേറെ ഒന്നും ചിന്തിക്കില്ല. നമ്മളെ ചുറ്റും അവിടെ അപ്പനെന്നോ അമ്മയെന്നോ ഒന്നും ചിന്തിക്കുന്നില്ല. നമ്മുടെ മനസ്സിൽ അതൊന്നും നമ്മൾ ചിന്തിക്കില്ല. നമ്മൾ എങ്ങനെയെങ്കിലും നമുക്കൊന്ന് പോയാൽ മതി എന്നൊരു തോന്നൽ, നമ്മൾ അങ്ങനെ അങ്ങ് പോകും. പക്ഷേ കുറേ കഴിയുമ്പോഴത്തേക്കും ഞാൻ പിന്നെ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ എങ്ങനെയാണ് അപ്പോൾ ഇറങ്ങി വന്നത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത് ആലോചിക്കും, എനിക്ക് ടെൻഷൻ, എനിക്ക് നെഞ്ചിരിക്കാൻ തുടങ്ങി. ഞാൻ എന്ത് ധൈര്യത്തിലാണ് ഞാൻ ഇറങ്ങി പോയത് എന്നുള്ളത്. പിന്നെ അപ്പം ആ ഒരു സെക്കൻഡ് നമുക്ക് തോന്നുന്ന ഇതിലാണ് നമ്മളത് ചെയ്യാം. നമ്മളിപ്പോൾ എന്താ പറയുക, ഓരോരുത്തർ പറയും നമുക്ക് ഇപ്പോൾ സൂയിസൈഡ് ആണോ നമ്മൾ തോന്നും. അപ്പം ആ ഒരു സെക്കൻഡ് നമ്മൾ തോന്നുന്നു നമ്മൾ ചെയ്യും. അതെത്ര ധൈര്യശാലിയാണെങ്കിലും അല്ലേ? അതെ അതെ, അപ്പം ആ ഒരു സെക്കൻഡ് നമുക്ക് തോന്നുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും. അതുകൊണ്ടാണ് ആലോചിച്ചും കണ്ട് മാത്രം തീരുമാനം എടുക്കുക എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഇപ്പം വിവാഹം കഴിച്ചവരാണെങ്കിൽ പോലും ഭർത്താവ് ഭാര്യ വീട്ടിലോ ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ പോകുന്നത് തന്നെ എല്ലാവർക്കും ഒന്ന്, കാരണം പുതിയൊരു വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ഭവനത്തിൽ ചെന്നതിന് ശേഷം സ്വന്തം വീട്ടിൽ കിട്ടുന്നൊരു സന്തോഷം മറ്റൊരിടത്ത് കിട്ടത്തില്ലല്ലോ. അവിടെ എന്തുവായിരുന്നു ഫീൽ ചെയ്തത്? സ്വന്തം ചങ്ക് പോലെ സ്നേഹിക്കുന്ന ചേച്ചിയില്ല, അമ്മയില്ല. അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഭയങ്കര വിഷമമായിരുന്നു. കാരണം അച്ഛനമ്മയൊക്കെ ഇങ്ങനെ ഞാൻ എന്താ പറയുക അവരോടൊന്നും പറയാണ്ട് അത് കഴിഞ്ഞ് എന്താ പറയുക ഭയങ്കര വിഷമമായിരുന്നു. അതൊക്കെ ആലോചിച്ച് പിന്നെ കുറേ കരങ്ങിട്ടൊക്കെ ഉണ്ട്. പിന്നെ ആലോചിച്ചു, ഇനി കരങ്ങിട്ട് ഇനി കാര്യമില്ല, ഞാൻ എന്തായാലും വന്നു, ഇനി അങ്ങോട്ടുള്ള ജീവിതം ജീവിക്കുക, അത്രേ ഉള്ളൂ. അവർ മിണ്ടും സംസാരിക്കും, പിന്നെ വീട്ടിൽ പോവും, പിന്നെ കുഴപ്പമില്ലാണ്ട് ഞങ്ങൾ ഈ പ്രണയിച്ച് മുന്നോട്ട് ജീവിച്ച സമയത്ത് ഇതൊന്നിച്ച് പോകത്തില്ലെന്നൊരു തീരുമാനമെടുക്കുന്ന എപ്പോഴായിരുന്നു? അങ്ങനെ ചോദിച്ചാൽ നമുക്കിപ്പോൾ ഓരോ വഴക്കുണ്ടാകുമ്പോഴും നമുക്ക് മനസ്സിൽ തോന്നും ചിലപ്പോൾ ഇത് മുന്നോട്ട് പോവില്ല എന്ന് നമുക്കിങ്ങനെ തോന്നും. പക്ഷെ അപ്പോഴൊന്നും ഒരു തീരുമാനമൊന്നും എടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഒരു 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 ഇത് വന്നു എനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കും. കാരണം കുറേ നാളത്തെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് ആ ഒരു, ഞാൻ എപ്പോഴെങ്കിലും ആ ഒരു തീരുമാനം എടുക്കും എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഒരു തീരുമാനം എടുത്തു. ഇങ്ങനൊരു തീരുമാനം എടുത്ത സമയത്ത് ആ വ്യക്തിയാണെങ്കിൽ പോലും ഒന്നും പറഞ്ഞില്ല, പാർവതി നമുക്കൊന്നുകൂടെ ഒന്ന് ചിന്തിക്കാം ഒന്നും പറഞ്ഞില്ല? പാർവതി തിരിച്ചും പറഞ്ഞിട്ടില്ല? ചിന്തിക്കാമെന്ന് എന്താ പറയുക, ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു? ഇല്ല, ചിന്തിക്കേണ്ട കാര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ അതിനോട്ട് ഞാൻ പോയിട്ടില്ല. കൂടുതൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയില്ല. ഇന്ന് സന്തോഷമായിട്ട് പോകുന്നു. പുതിയ സീരിയലുകൾ എന്തൊക്കെയാ? സീരിയലോ മാനത്തെ കൊട്ടാരം സി കേരളത്തിൽ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തുവാണ് ഏറ്റവും വലിയ ആഗ്രഹം ജീവിതത്തിൽ? ഇനി എനിക്ക് ഒരു ആഗ്രഹം, എനിക്ക് പണ്ട് മുതലേ ഉള്ള ആഗ്രഹം എന്ന് വെച്ചാൽ MBA എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ എനിക്ക് അത് ചെയ്യണം എന്നുണ്ട്. ഈ പോയ സമയത്ത് പഠനം നഷ്ടപ്പെട്ടിരുന്നോ? ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടാണ് പോയത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പക്ഷേ അങ്ങോട്ടുള്ള പഠിത്തം നടന്നില്ല. MBA എടുക്കണമെന്നുള്ളത് നടന്നില്ല. അത് ഇനി അങ്ങോട്ട് എനിക്ക് നടത്തണമെന്നുണ്ട്. പിന്നെ എൻ്റെ കുഞ്ഞിന് നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നുണ്ട്. അവളിപ്പോൾ 3 വയസ്സ് കഴിഞ്ഞു. അവളെ നല്ല സ്കൂളിൽ വിട്ട് നല്ലപോലെ പഠിപ്പിക്കണം എന്നുണ്ട്. കുഞ്ഞിനറിയോ അച്ഛൻ പോയത്?
അല്ല അവൾക്ക് ഇപ്പൊ അങ്ങനെ എന്താ അറിയാനാണ്, അവൾക്ക് വലുതായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവൾക്ക് അറിയില്ല. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞു, അങ്ങനെ സംസാരിക്കരുത്, മിണ്ടരുത്, അങ്ങനെയൊന്നും ഞാൻ പറയാനൊന്നും പോയിട്ടില്ല. അവളുടെ അച്ഛനാണ്, അവൾക്ക് സംസാരിക്കാം, അതൊന്നും പ്രശ്നമില്ല. ഇത്രയും ഉള്ളിൽ വിഷമം ഇരുന്നിട്ട് എങ്ങനെ ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്നത് പാർവതി? കരഞ്ഞു നിന്നിട്ട് കാര്യമില്ലല്ലോ. കരയുന്ന സമയങ്ങളൊക്കെ എപ്പോഴാണ്? ആരും ഇല്ലാത്തപ്പം പട്ടി മോങ്ങുന്ന പോലെ റൂമിൻ്റെ തിരുന്ന് മോങ്ങും. അത് ഓപ്പൺ ആയിട്ട് ചെയ്യാൻ പറയാം. കരയുന്ന സമയം രാത്രി ആയിരിക്കും, ചിലപ്പോൾ രാത്രി ഇരുന്നിട്ട് കരഞ്ഞങ്ങ് തീർക്കും. പിന്നെ നമ്മൾ അതായിരുന്നു ആലോചിച്ചിട്ട് കാര്യമില്ല. ഈ വന്ന കമൻറ്റുകളിൽ ഏറ്റവും ഇറിറ്റേഷൻ തോന്നിയതും ഏറ്റവും വിഷമം തോന്നിയതും ഇന്ന് ഉള്ളിലുള്ളൊരു കമൻറ്റ് ഏതായിരിക്കും ആളുകൾ ഇട്ടതിൽ? കുറേ കമൻറ്റ്സ് വരുന്നുണ്ട്, കുറേ പേര് നല്ല കമൻറ്റ്സ് ആയിരുന്നു. എനിക്ക് സപ്പോർട്ട് ചെയ്ത് കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അല്ലാണ്ട് ചിലവരിങ്ങനെ കുത്തി കുത്തി പറയും, നമ്മൾ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാണ്ട് നീ ഇറങ്ങിപ്പോയതല്ലേ, നീയാണോ സംസാരിക്കുന്നേ, ഇറങ്ങിപ്പോയതല്ലേ, എന്നിട്ട് ഇങ്ങനെ വരുള്ളൂ എന്ന് ഞങ്ങൾക്ക് അപ്പോഴേ അറിയായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കമന്റ് ഒക്കെ വരുന്നത് എനിക്ക് ചിലതൊക്കെ ഭയങ്കരമായിട്ട് ഹേർട്ട് ആവാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ആ സമയം നമ്മൾ ഇങ്ങനെ നടക്കുമെന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ പോകുന്നത്, നന്നായിട്ട് ജീവിക്കണം എന്ന് വിചാരിച്ചാണ് നമ്മൾ പോകുന്നത്. അല്ലാതെ ഇങ്ങനെ ഡിവോഴ്സ് ആവാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ ഒരാൾ കല്യാണം കഴിക്കും, അങ്ങനെ പോകേണ്ട ആവശ്യമില്ലല്ലോ. അതെ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഇടയ്ക്ക് വിഷമം. പക്ഷെ പാർവതി യൂട്യൂബ് ചാനലിൽ ആ വീഡിയോ ഇട്ട സമയത്ത് നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിയത് കൂടുതൽ പേര് സപ്പോർട്ടായിരുന്നു പാർവതിക്ക്. അത് കണ്ടിരുന്നോ? പാർവതി ആണെങ്കിലും ഇപ്പം വരുന്ന ന്യൂസുകൾ കാണുന്നുണ്ടായിരിക്കും, അമ്മായിമ്മ പോര്, പാർവതിയുടെ ഭർത്താവിന് സ്വന്തം കുഞ്ഞിനെ കാണാൻ സാധിക്കത്തില്ല, പാർവതി നിരന്തരം പൈസ ചോദിക്കുന്നു, ഇങ്ങനെ വ്യാജ ന്യൂസുകൾ ഇറക്കുന്നവരോട് ഈ നിമിഷം എന്തുവാ പറയാനുള്ളത്? ഞാൻ എൻ്റെ ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇടയ്ക്ക് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ന്യൂസായിട്ട് ഇങ്ങനെ ഇറക്കരുത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അവർക്ക് അറിയാന്നുള്ള കാര്യമാണെങ്കിൽ പ്രശ്നമില്ല. ഇതിപ്പോൾ അറിയാത്ത കാര്യങ്ങളാണ് ഓരോന്നും പറഞ്ഞ് അവരുടെ ചാനലിൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് എന്ത് കാര്യമെന്നാ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് വന്നിട്ട് അവരിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ആവശ്യമുള്ള കാര്യങ്ങൾ ഇട്ടാൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഞാൻ കുറേയൊക്കെ കണ്ടായിരുന്നു, ഇത് എന്തെന്നാ അമ്മായിയമ്മയോടുള്ള സ്നേഹം കണ്ടോ, ഇതുപോലെ തന്നെ അമ്മായിയമ്മയുടെ സ്നേഹം കണ്ടോ, ഞാൻ ഇത്ര പൈസ ചോദിക്കുന്നത്, എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാനൊന്നും ചോദിച്ചിട്ടുമില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. അപ്പം എന്താ പറയുക, ആള് കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്, വീഡിയോ കോളിൽ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് ആവശ്യമില്ലാത്ത ന്യൂസുകളൊന്നും ഇങ്ങനെ എന്താ പറയുക. അതിലൊരു ചാനൽ, ഞാൻ പേര് പറയുന്നില്ല, മൃദുലയ്ക്കും പാർവതിക്കും അല്ലെ പാർവതിയുടെ ഹസ്ബൻഡിനും അറിയാത്ത കാര്യങ്ങൾ അവർക്കറിയാം, ചുമ്മാ അടിച്ചു വിടുന്നത് ശ്രദ്ധയിൽപ്പെട്ടോ? ശ്രദ്ധപ്പെട്ടായിരുന്നു. പിന്നെ ഞാൻ കൂടുതലും ഞാൻ എന്താ പറയുക മൈൻഡ് ചെയ്തില്ല. പിന്നെ എനിക്ക് സഹിക്കാൻ വയ്യാണ്ടായപ്പോഴാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനിങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടത്, അവർക്ക് വേണ്ടിയിട്ടുള്ള മറുപടി എന്നും പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടു. നിങ്ങൾ വേർപെട്ടതിന് ശേഷം ഒരുപാട് ഫാൻസുകാർ പാർവതിയോട് ചോദിച്ചു, പേടിച്ചിട്ടാണോ വീഡിയോ ഇടാത്തത്, അല്ലെങ്കിൽ പാർവതിയുടെ തെറ്റുണ്ടായിട്ടാണോ വീഡിയോ ഇടാത്തത്? ശരിക്കും വീഡിയോ ഇടാൻ ലേറ്റ് ആയതിൻ്റെ കാര്യം എന്തുവായിരുന്നു? വീഡിയോയുടെ അതിനൊരു ഫൈനൽ ഡിസിഷൻ എത്തിയിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. കാരണം നമ്മൾ ചാടിക്കറി ഇട്ടിട്ട് കാര്യമില്ലല്ലോ, നമ്മളെല്ലാം ആലോചിച്ചും, ഞാൻ പറയില്ല ആലോചിച്ചും കണ്ടു, ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ച് മാത്രമേ ചെയ്യുള്ളൂ. അപ്പം അതുകൊണ്ട് ആലോചിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അത്രയും ലേറ്റ് ആക്കിയത്. ഞാൻ ഇനി തമാശയ്ക്ക് പോലും എടുത്തിയാടി ഒരു തീരുമാനം അല്ലേ? ഇല്ല, എല്ലാം ആലോചിച്ച് മാത്രമേ ഇനി എടുക്കുള്ളൂ. പഠിച്ചു. ഈ നമ്മുടെയൊക്കെ ലൈഫിൽ ചില വ്യക്തികളെ നമുക്ക് കുറേ ഉപദേശങ്ങൾ തരും, നമ്മൾ ആ ഉപദേശം കേൾക്കാൻ നമ്മുടെ ലൈഫിൽ വന്നാലേ നമ്മൾ പഠിക്കത്തുള്ളൂ. അങ്ങനെ ഒരു വ്യക്തിയാണോ പാർവതി? അതെ, ഇപ്പോൾ ഒരാൾ എൻ്റെ ലൈഫിൽ വന്നു, ഞാനിപ്പോൾ ലൈഫ് എന്താന്നുള്ളത് ഞാൻ പഠിച്ചു, ആള് പോയി, അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ജീവിതം എന്താന്നുള്ളത് ഞാൻ നല്ലപോലെ അറിഞ്ഞു പഠിച്ച ഒരു ജീവിതം എന്തായിരിക്കും? അറിഞ്ഞു പഠിച്ച ഒരു ജീവിതം എന്താന്ന് നമ്മളിപ്പോൾ ഈ കാണുന്നതല്ല. നമ്മുടെ ഈ പ്രണയിക്കുന്ന സമയത്തെ ചക്കരെ മുത്തേ നമ്മൾ ജീവിതകാലം മുഴുവൻ നിൻ്റെ കൂടെ ഉണ്ടടി, എന്ത് കുറവുണ്ടെങ്കിലും പറഞ്ഞോണം എന്ന് പറയുന്ന വ്യക്തികളാണോ പിന്നെ കല്യാണം കഴിച്ചു കഴിയുമ്പം? വിവാഹ ജീവിതവും പ്രണയവും തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻറ്റ് കണ്ട എന്തുവാ? അതെ, പ്രണയിക്കുന്ന സമയത്ത് കുറെ ഇങ്ങനത്തെ വാക്കുകൾ കുറെ പറയും. എന്തൊക്കെ? ഇതുപോലെ എപ്പോഴും കൂടെ ഉണ്ടാവും, ഒരിക്കലും ചതിക്കില്ല, അല്ലെങ്കിൽ എന്താ പറയുക, ഇതുപോലെയാണ് ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കുറേ വാക്കുകളൊക്കെ കേൾക്കാം. പക്ഷെ അത് കഴിഞ്ഞ് ലൈഫിലേക്ക് വരുമ്പോൾ അത് നമുക്കിപ്പം നമ്മൾ ആരെയും കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ലൈഫിലേക്ക് പോകുമ്പോൾ കുറേ റെസ്പോൺസിബിലിറ്റി നമുക്ക് കൂടും. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ വിട്ടിട്ട് ആ ഒരു ഇതിലേക്ക് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും നമ്മൾ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഈ വിവാഹ ജീവിതത്തിന് ശേഷം പൈസയ്ക്ക് പൈസ വേണോ? ഉറപ്പായിട്ടും നമുക്ക് ജീവിക്കണമെങ്കിൽ പൈസ വേണമല്ലോ. ഈ പൈസയുടെ ഒരു വാല്യൂ തിരിച്ചറിഞ്ഞപ്പോഴാണ് ജീവിതത്തിൽ? എനിക്കൊരു ജോലി ഇല്ലാതിരുന്നപ്പോഴത്തേക്കും ഞാൻ മനസ്സിലാക്കി. അപ്പോഴും ഭർത്താവിനൊരു ജോലിയില്ലേ?
അല്ല എപ്പോഴും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു നമ്മൾ പഠിച്ചൊരു ജോലി വാങ്ങി നമ്മൾ കല്യാണം കഴിച്ച് പോയാലേ നമുക്കൊരു വാല്യൂ ഉള്ളൂ എന്ന് നമ്മൾ എപ്പോഴും നമ്മൾ പറയും. അപ്പം നമ്മളപ്പോൾ വിചാരിക്കുക അതെന്തിനാ അങ്ങനെ പറയണം, നമുക്ക് ഭർത്താവുണ്ടല്ലോ, നമുക്ക് അങ്ങനെ ചോദിച്ചൂടെ എന്നൊക്കെ വെച്ചാൽ. അങ്ങനെയല്ല, നമുക്ക് ഭർത്താവുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയല്ല, നമ്മൾ സപ്പോർട്ട് ചെയ്യും. പക്ഷേ അതുപോലെ അല്ല, നമുക്ക് നമ്മുടെ കയ്യിൽ നമുക്കായിട്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചിലവാക്കാൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു വാല്യൂ ഉള്ളൂ നമ്മുടെ ലൈഫിൽ. നിങ്ങൾ എത്ര കാലം ഒരുമിച്ച് ജീവിച്ചു? ഒരു 3.5 വർഷം. 3.5 വർഷത്തോളം 3.5 വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചു. ആ വ്യക്തി ഇന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്ക് ഞാൻ ഒന്നുമില്ല, നന്നായിട്ട് ജീവിക്കുക, അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. നന്നായി വാ. അല്ല അങ്ങനെ ഇതല്ല, നന്നായിട്ടിരിക്കുക, എനിക്ക് അത്ര മാത്രം. എനിക്ക് ഇപ്പം ആള് നശിച്ചു പോകണം അങ്ങനെയൊന്നും എനിക്ക് ആഗ്രഹമില്ല. നന്നായിട്ട് ജീവിക്കും, അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. വേറെ ഒരു പക്ഷെ ആ വ്യക്തി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഞാൻ ചെയ്തത് തെറ്റായി പോയി തിരിച്ച് വന്നാൽ ആ വാതിൽ തുറക്കുമോ? ഇല്ല, അത് ക്ലോസ് ആയൊരു ചാപ്റ്ററാണ്, അത് അങ്ങ് ക്ലോസ് ചെയ്തു ഞാൻ. ഇനി തിരിച്ചു വന്നാലും ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. അത് ഞാൻ എന്താ പറയുക, ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് ഒരിക്കലും ഞാനത് തുറക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയും വിഷമം വെച്ചിട്ട് ഈ ചിരിക്കുന്ന ചിരി, ഒരുപാട് കരഞ്ഞു, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കണം ഞാൻ. പാർവതി ഇതുവരെ സപ്പോർട്ട് ചെയ്ത, പാർവതി ഇനിയും ജീവിതത്തിൽ സ്നേഹിക്കുന്ന പ്രേക്ഷകരോട് എന്തോ പറയാനുള്ളത്? എന്നെ ഇതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. എന്താ പറയുക, എന്താ പറയുക, എന്നെയും എൻ്റെ കുഞ്ഞിനെയും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പാർവതി ഈ ചിരിച്ച മുഖം മുന്നോട്ടും തുടരുക. ഒരുപാട് സീരിയലുകൾ ഇനി പാർവതിയെ തേടി വരട്ടെ. കഴിഞ്ഞ കാലങ്ങളെല്ലാം മറക്കുക. ഓക്കെ, ഇനി പുതിയൊരു ചാപ്റ്റർ പോലെ ജീവിതത്തിൽ സന്തോഷമായിട്ട് പോകുക. മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.